എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളുകളിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കൂളിലോ മറ്റൊരു കോഴ്സിലേക്കോ ആണ് കിട്ടിയതെങ്കിൽ, അതായത് മറ്റൊരു സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് ട്രാൻസ്ഫർ ലഭിച്ചതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുമാണ്. നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ TC അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റുകളും തിരിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും തിരിച്ചു തരും. അതുപോലെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അതിനു പകരം നിങ്ങൾ പുതിയ സ്കൂളിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി കൊണ്ടുപോയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചത് ആ ഒരു സ്കൂളിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫർ കിട്ടിയ കോഴ്സ് താല്പര്യമില്ലെങ്കിൽ കൂടി അഡ്മിഷൻ എടുക്കുക. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ആ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് സ്കൂൾ മാറ്റം ലഭിക്കുമോ എന്നുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടാറില്ല, അതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാരണം പല വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടും, എന്നാൽ പല വിദ്യാർത്ഥികൾക്കും കിട്ടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.